ചെന്ന് യഹോവ നമുക്കത് തരും. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്യണം. 9-ാമത്തെ വാക്യം, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. അത് മാത്രം ചെയ്യരുത്. സ്തോത്രം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മത്സരിക്കരുത്, എതിര് നിൽക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അനുസരിക്കാതിരിക്കരുത്. അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ 1 ദൈവം പ്രസാദിക്കണം, 2 മത്സരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ട്. ദൈവമക്കൾക്ക് എന്തുണ്ട്? ദൈവമക്കൾക്ക് ലോകമക്കളുടെ കൂട്ടല്ല, വേറൊരു സ്വഭാവമുണ്ട്. അവർ കാഴ്ചയാലെ അല്ല, അവർ വിശ്വാസത്താൽ നടക്കുന്നവരാ. കാണുന്നതെല്ലാം താൽക്കാലികമാണെന്ന് അവർക്കറിയാം, കാണാത്തത് നിത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പറ, ഇന്നെൻ്റെ ജീവിതത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം താൽക്കാലികമാണ്. ഞാൻ കാണുകയാണ്, അതിൻ്റെ അപ്പുറത്ത് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വിടുതലുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കും? കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 14-ാം അധ്യായം 24-ാം വാക്യം വായിക്കുന്നു. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ദൈവവൈതലേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ എത്ര വലിയ വിഷയങ്ങളുണ്ടെങ്കിലും ഈ ദൈവത്തെ വിശ്വസിക്കുവാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്.